നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണം വേണ്ടെന്ന് ആരാണ് പറയുന്നത്? വേണ്ടെന്ന് പറയുന്നത് ആരാണ്? കേരള ഹൈക്കോടതി. ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ രാജ്യത്ത് ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ് മരിച്ച നവീൻ ബാബു. അദ്ദേഹത്തെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് രാഷ്ട്രീയ മാഫിയ സംഘങ്ങളും കുഴൽപ്പണക്കാരും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം കയ്യേറിയിരിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് തെരുവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഈ രാഷ്ട്രീയ മാഫിയ കൊള്ള സംഘങ്ങളുടെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് എല്ലാ തെരുവുകളും നശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സങ്കടത്തോടുകൂടി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ആവശ്യം? CBI അന്വേഷണം വേണം. കൃത്യമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇത് കൊലപാതകമാണെന്ന് തെളിയുകയുള്ളൂ. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് എവിഡൻസ് അവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ കോടതിയിൽ ഹാജരാക്കി. ആദ്യം ഇത് കൈകാര്യം ചെയ്തിരുന്ന ആരായിരുന്നു? ബിച്ചു കുര്യൻ. അദ്ദേഹത്തിന് മനസ്സിലായി കാര്യം വളരെയധികം ഗൗരവതരമാണ് എന്ന് കരുതി അദ്ദേഹം നോട്ടീസ് ഓർഡറാക്കി. CBIക്കും അതുപോലെയുള്ള അനുബന്ധ സർക്കാരിനുമൊക്കെ നോട്ടീസ് ഓർഡറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ രാഷ്ട്രീയ മാഫിയ സംഘങ്ങൾ ഹൈക്കോടതിയിൽ ഇടപെട്ടു. അദ്ദേഹത്തെ മാറ്റിയിട്ട് വേറെ ഇവർ കയറാൻ മുളുന്നൊരു ജഡ്ജിനെ അവിടെ വെച്ചു. അദ്ദേഹത്തെ കൊണ്ടൊരു വിധി എഴുതിപ്പിച്ചു. ഇവിടെ ആവശ്യമില്ല, CBI അന്വേഷണം ആവശ്യമില്ല എന്ന് കാണിച്ചു. ഈ വിധി എഴുതിയ ഉദ്യോഗസ്ഥനും ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം മറക്കരുത്. നവീൻ ബാബുവും ജില്ലയിലെ 2ാമത്തെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരാണ്. അവരെല്ലാം ഈ CPM എന്ന് പറയുന്ന കൊള്ളസംഘത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യം. അവരെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി തന്നെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് CBI അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് അവർ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറയുക, CBI അന്വേഷണമൊന്നും വേണ്ട, പിണറായിയുടെ പോലീസുകാർ അന്വേഷിച്ചാൽ മതി, എന്നിട്ട് അത് ചുരുട്ടിക്കൂട്ടി ആത്മഹത്യയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അപ്പോൾ ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. ഈ കൗസറെന്നോ പറയുന്ന ആ ജഡ്ജിക്ക് ഈ മാഫിയ സംഘത്തിൻ്റെ ഒരു കണ്ണിയാണെന്നുള്ളതിന് തെളിവാണത് അദ്ദേഹത്തിൻ്റെ വിധി തന്നെ. അല്ലെങ്കിൽ CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ്? ഇയാൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 219 പ്രകാരം ശിക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഭരണഘടനാ കോടതി സ്ഥാപിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. ബ്രിട്ടീഷുകാരുടെ കോടതികളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ജാരസന്തതികളായ രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾക്ക് ഏറാൻ മൂളുന്ന അവർക്ക് വേണ്ടി അനുകൂലമായ വിധികൾ പ്രസ്താവിക്കുന്ന കോടതികൾ. കേരള ബ്രിട്ടീഷ് ഹൈക്കോടതി നമ്മൾക്ക് പറയാം. ഒരു ലാവലിൻ കേസ് സുപ്രീം കോടതി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി, എത്ര പ്രാവശ്യം പോസ്റ്റ് ചെയ്ത്, ഇതിനൊന്നും ഒരു തീരുമാനവുമില്ല. ഇവർക്കെല്ലാം ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ജനങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇന്ന് ഏത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോയാലും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. അവർക്ക് തോന്നുന്ന മാതിരി വിധികൾ എഴുതി കൊടുക്കാനും പോലീസിനെ കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിപ്പിക്കാനും ഒക്കെ അവർ സജ്ജമാണ്. അവരുടെയൊക്കെ ഉള്ളിൽ അകത്ത് ഈ രാഷ്ട്രീയ മാഫിയ കൊള്ള സംഘങ്ങളുടെ യൂണിയൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 250 വർഷത്തിന് മേലെ നമ്മുടെ പൂർവികർ രക്തം ചിന്തി ജീവൻ ബലി കൊടുത്തും മേടിച്ചെടുത്ത സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ജുഡീഷ്യറി, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ്സ്, അതിൻ്റെ താഴെ മിനിസ്റ്റീരിയൽ വിഭാഗം, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയ കൊള്ള സംഘങ്ങൾക്ക് ഏറാൻ മൂളുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഈ നവീൻ ബാബുവിൻ്റെ കേസ്. നവീൻ ബാബു ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയാൽ ചിലപ്പോൾ അനുകൂല വിധി ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നീതി കിട്ടില്ല. കാരണം ഇത് നീതി കിട്ടുന്ന രീതിയിൽ ഇതിനൊരു അന്വേഷണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രൗസർ അടക്കം എല്ലാവരും കൊടുക്കും. അവർക്കൊക്കെ ഈ ബിനാമികളായിട്ട് ഇവിടെ ഫണ്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ പിണറായി വിജയനും അവരുടെ കൂട്ടാളികളും ഗുണ്ടകളും എല്ലാവരും ചേർന്നുള്ളൊരു നെക്സസാണ്. കേരള ബ്രിട്ടീഷ് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന ഈ കോടതികളെ, ബ്രിട്ടീഷ് കോടതികളെ ഇവിടുന്ന് അടിച്ചോടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഇവിടെ നമ്മൾക്ക് ആവശ്യം ഭരണഘടനാ കോടതിയാണ്. അപ്പോൾ ഭരണഘടനാ കോടതി ബലം വെപ്പിക്കുക മാത്രമേ നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ റെമഡിയുള്ളൂ. അല്ലാതെ ഒരു റെമഡിയിൽ ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്, ഇവരെ എല്ലാവരെയും ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ രാഷ്ട്രീയ മാഫിയ കൊള്ള സംഘങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതും വലതും. അപ്പോൾ അങ്ങനെ ഇടതും വലതിനും വേണ്ടിയിട്ട് വിധി എഴുതാനിരിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനങ്ങൾ.
ഒരിക്കലും നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇവരവിടെ കുത്തിയിരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ധൈര്യമില്ലെങ്കിൽ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോണം മിസ്റ്റർ. നിങ്ങൾ ഇത്തരം വിധികൾ എഴുതാനാണോ അവിടെ കുത്തിയിരുന്ന് ശമ്പളം മേടിക്കുന്നത്? എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായതുകൊണ്ടല്ലേ ഒരു മരിച്ചുപോയൊരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ ജുഡീഷ്യൽ അന്വേഷണം, ഇവിടുത്തെ പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് അവർക്ക് തൃപ്തരല്ലെന്നും CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് വ്യക്തമായ തെളിവുകൾ സഹിതം നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ട് നിങ്ങളെ തള്ളിക്കളയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം 219 പ്രകാരം നിങ്ങൾ ശിക്ഷാർഹരാണ്. നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചില ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളെയൊക്കെ തുടരണമെങ്കിൽ ഇന്ത്യൻ CRPC 197 വകുപ്പ് അനുസരിച്ച് പെർമിഷൻ മേടിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിൻ്റെ പെർമിഷനാണ് വേണ്ടത്? ഇവിടെ യജമാന്മാരായ ജനങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് ഏതെങ്കിലും ആരുടെയെങ്കിലും പെർമിഷൻ മേടിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളുടെ തൊഴിലാളികളായി നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആരുടെ പെർമിഷനാണ് വേണ്ടത്? ഇവിടെ ആരുടെയും പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് 14 വകുപ്പ് പ്രകാരം നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അത് ജഡ്ജി ആണെങ്കിലും മജിസ്ട്രേറ്റ് ആണെങ്കിലും മന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അത് അംഗീകരിച്ചാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ മാസം മറ്റവൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ഇവൻ്റെ പെർമിഷൻ മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചില ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളുണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അർമാദിക്കാമെന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഭരണഘടന 14 വകുപ്പ് അനുസരിച്ച് എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇത് തരുന്നില്ല. അതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കാര്യങ്ങളാണ്. അവരുടെ ജഡ്ജിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പബ്ലിക് സർവീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർ കയറാൻ മൂളുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ പിടുവേല ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അതിനൊന്നും ഇപ്പോൾ വാലിഡിറ്റി ഇല്ല. ഈ എത്രയും വേഗം CBI അന്വേഷണം ഈ നവീൻ ബാബുവിൻ്റെ കേസിൻ്റെ അകത്ത് കോടതികൾ ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ജനങ്ങൾ നിങ്ങളെ തള്ളും. നിങ്ങളൊരു ചുക്കുമല്ല ഇവിടെ. നിങ്ങൾ കറുത്ത കോട്ടുവിട്ട് അവിടെ അംശവടിയെല്ലാം പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചുക്കുമില്ല. നിങ്ങളെയൊക്കെ ചവിട്ടിക്കൂട്ടി പടിഞ്ഞാറ് കടലെറിയാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായി വരും. കാരണം 2ാം സ്വാതന്ത്ര്യ സമരമാണിത്. 77 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒന്നാമതൊരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് അതിനെതിരെ പല്ലിളിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജുഡീഷ്യൽ ഞങ്ങൾക്കൂടെ ആവശ്യമില്ല. ജനങ്ങൾക്ക് ആവശ്യം ഭരണഘടനാ ജുഡീഷ്യൽ സംവിധാനങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഭരണഘടനാ കോടതിക്ക്. നിങ്ങളും മനുഷ്യരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഭീഷണിയിൽ വഴങ്ങിയിരിക്കേണ്ടവരല്ല നിങ്ങൾ. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനും അത് നടപ്പിൽ വരുത്താനും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് നിങ്ങളിലാണ്, ജുഡീഷ്യറിയിലാണ്. ആ ജുഡീഷ്യറി കൃത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഈ ഭരണഘടന 39B-C 47 ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം നിങ്ങളോട് പറയുന്നു? നിങ്ങൾ ചെയ്യുന്നില്ല. അത് ചെയ്തിരുന്നെങ്കിൽ ഇത്തരം കേസുകൾ ഉണ്ടാകില്ല. കാരണം ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ അഴിമതിക്കാർ, സമ്പത്ത് കുന്നുകൂടണമെന്നുള്ള വ്യഗ്രതയിൽ നടക്കുന്ന അഴിമതിക്കാരും, അതുപോലെ തന്നെ രാഷ്ട്രീയ മാഫിയ കൊള്ളസംഘങ്ങളും മന്ത്രിമാരും MLA-മാരും MP-മാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജഡ്ജിമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഭരണഘടന 39B-C 47 ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും. അതിന് നിങ്ങൾ തയ്യാറല്ല. അതിന് കുത്തിയിരുന്ന് എഴുതിയാണ് വിധി. അതുകൊണ്ട് എത്രയും വേഗം നവീൻ ബാബുവിൻ്റെ കേസ് CBI അന്വേഷണത്തിന് വിടണമെന്ന് ഭരണഘടനാ കോടതി ആവശ്യപ്പെടുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.